എഫിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിന്റെ മുഖം SDP മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത്? നിങ്ങളും ഈ പറഞ്ഞ വിഭാഗങ്ങളും എല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള നീക്കമല്ലേ ഉണ്ടായത്? അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് കോൺഗ്രസിനുണ്ടായോ? നമസ്കാരം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം. കോൺഗ്രസിനേക്കാൾ ലീഗ് CPM-ന്റെ മുഖ്യ ശത്രുവാവുന്നത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ ലീഗിനോട് കാണിച്ച മൃദു സമീപനം CPM കൈയൊഴുകുകയാണോ? അതെന്തുകൊണ്ടാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് വക്താവ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ജമാഅത്തെ ഇസ്ലാമി നേതാവ് T മുഹമ്മദ് വേളം എന്നിവർ. ആദ്യം ഷിബു മീരാനിലേക്ക്. ഷിബു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ പല പരിപാടികളിലും ലീഗിനെ സംബന്ധിപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നു, ക്ഷണമുണ്ടായിരുന്നു. ലീഗിനെ നിരന്തരം ഒരുതരം സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ CPM-ൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് പൊടുന്നനെ മുസ്ലിം ലീഗാണ് UDF-ലെ പ്രശ്നകാരിയായ കക്ഷി എന്ന് CPM കണ്ടെത്തുകയാണ്. മുഖ്യമന്ത്രി അത് തുറന്നു പറയുകയാണ്. എന്തുകൊണ്ടാകാം? അജിംസ്, ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ലീഗിൻ്റെ മുഖസൗന്ദര്യം നഷ്ടപ്പെട്ടു എന്നാണ്. ലീഗിൻ്റെ മൊഞ്ചിന് ഒരു കുറവുണ്ടായിട്ടില്ല, നോക്കുന്ന മുഖ്യമന്ത്രിയുടെ കണ്ണുകൾക്കാണ് പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ അജിംസ് തന്നെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ മുസ്ലിം ലീഗിനെ കുറിച്ച്, മുസ്ലിം ലീഗ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ, വിശേഷിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഞങ്ങളന്നതിൽ തുള്ളിച്ചാടാൻ പോയിട്ടില്ല. കാരണം ഇത്തരമൊരു സന്ദർഭം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സംഗതി, വലിയൊരു തിരിച്ചടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുന്നു, CPM-ന് ഉണ്ടാകുന്നു. നേരത്തെ 2019 അവർക്കൊരു തിരിച്ചടി ഉണ്ടായതാണ്. പക്ഷേ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്തും അതിനിശിതമായ വിമർശനം പിണറായി വിജയന്റെ നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്നു. കഴിഞ്ഞൊരു 8-10 വർഷമായി CPM-ന്റെ ഒരു സംഘടനാ ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും ബോധ്യമുണ്ട്, ഒരു അനിശ്ചിത നേതൃത്വം എന്ന ഒരു പരിവേഷം പിണറായി വിജയന് CPM-നകത്തുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പാർട്ടി സെക്രട്ടറി തോറ്റു എന്നത് യാഥാർത്ഥ്യമാണ്. തോറ്റാൽ തോറ്റത് തന്നെയാണ്. ആ തോൽവിയുടെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ഇടത് ഗവൺമെന്റിന്റെ മുൻഗണനകളിൽ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടക്കണം എന്ന് പാർട്ടി സെക്രട്ടറി പൊതുവായി പറയുന്നു. പാർട്ടി കമ്മിറ്റിക്കകത്ത് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ അതിശക്തമായ വിമർശനം ഉണ്ടാകുന്നു. ഇത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ പുതുതായി രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പിണറായി വിജയന് വലിയ അളവുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആൾദൈവത്തിന്റെ ഒരു പരിവേഷം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി വലിയ വിമർശനം പാർട്ടിക്കകത്ത് ഉയർന്നു വരുമ്പോൾ ശരിയായ രൂപത്തിൽ ഈ ഭരണത്തിന്റെ ഒരു പരാജയം ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടോ എന്ന പരിശോധനയിലേക്ക് പോകേണ്ടുന്നതിന് പകരം പിണറായി വിജയൻ പൊടുന്നനെ മുസ്ലിം ലീഗിന് നേരെ ഒരു വലിയ വിമർശനവുമായി കുറച്ചുകൂടി അഗ്രസീവായി അദ്ദേഹം രംഗത്ത് വരികയാണ്. അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും കൂടി മുസ്ലിം ലീഗിന്റെ മുഖം മാറി തുടങ്ങുന്നു എന്നതാണ്. നേരത്തെ UCC സെമിനാർ നടന്നപ്പോൾ, ഫലസ്തീൻ വിഷയത്തിലെ സമരം നടന്നപ്പോൾ, പൗരത്വ സമരം കേരളത്തിൽ നടന്നപ്പോൾ മുസ്ലിം ലീഗിനുണ്ടായിരുന്ന അതേ മുഖവും അതേ നിലപാടും തന്നെയാണ് മുസ്ലിം ലീഗിന് ഇപ്പോഴും ഉള്ളത്. മാറുന്നത് പിണറായി വിജയന്റെ ഒരു ലൈനാണ്. നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് ഇത്തവണ UDF വന്നാൽ പിന്നെ കുഞ്ഞാലിക്കുട്ടിയും ഹസ്സനും അമീറും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണമായിരിക്കും ഉണ്ടാവുക. അത് അകാരണമായ ഒരു പ്രസ്താവനയാണ്. അതിനകത്തൊരു പൊളിറ്റിക്കൽ റീസണിങ്ങും ഇല്ല. എന്തിനത് പറഞ്ഞു എന്നത് കേരളത്തിന് ഇപ്പോൾ ബോധ്യമുണ്ട്. അന്ന് അവർ ശ്രമിച്ചത് മറ്റൊരു തരത്തിൽ കേരളത്തിനകത്ത് ഒരു സാമുദായികമായ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുക എന്നതായിരുന്നു. ആ ഒരു പൊളിറ്റിക്കൽ ലൈനിലേക്ക് CPM തിരിച്ചു പോകുന്നുണ്ടോ എന്ന ഒരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതാണ് ഉദ്ദേശമെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ ഒരു ധ്രുവീകരണ ശ്രമത്തിന്റെ ഗുണം ലഭിച്ചത് CPM-നായിരുന്നില്ല, മറിച്ച് കേരളത്തിലെ സംഘപരിവാറിനായിരുന്നു എന്ന ഒരു ചരിത്ര ബോധ്യത്തോടെ വേണം ഈ നിലപാട് മാറ്റത്തിൽ പിണറായി ഇന്ന് മാതൃഭൂമി പത്രത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു അഭിമുഖമുണ്ട്. അതിലും അദ്ദേഹം പറയുന്നത് UDF ഒരു ന്യൂനപക്ഷ വർഗീയ മുന്നണിയായി മാറിയെന്നാണ്. അതിൽ മുസ്ലിം ലീഗിനെ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നു, വെൽഫെയർ പാർട്ടിയെ പറയുന്നു, SDP-യെ പറയുന്നു. അങ്ങനെ ഒരു ന്യൂനപക്ഷ വർഗീയ മുന്നണിയായി ഒരു വശത്ത്
UDF മാറുന്നു, മറുവശത്ത് സംഘപരിവാറും എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് ആദ്യമായി കാണുന്നല്ല, അത് ഒരുപക്ഷെ ഗോവിന്ദൻ മാഷും പിണറായി വിജയനും ഒക്കെ വീണ്ടും അവരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലൈനിലേക്ക് തിരിച്ചു പോവാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇപ്പോൾ ഒരു വലിയ രൂപത്തിൽ അവര് ഒരു ഈ പറഞ്ഞ ഈ അമീറും കുഞ്ഞാലിക്കുട്ടിയും ഹസനും എന്ന ഒരു ഇമേജ് സൃഷ്ടിച്ചുകൊണ്ട് അവർ പയറ്റിയ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ഗുണം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ CPM ലഭിച്ചിട്ടുണ്ടാവും. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് ആർക്കാണ് ഗുണം ചെയ്തത് എന്ന പരിശോധനയാണ് യഥാർത്ഥത്തിൽ CPM നടത്തേണ്ടത്. ഇപ്പൊ സമാനമായ രൂപത്തിൽ വേറെയും ചില ആളുകൾ ഇത് പറയുന്നുണ്ട്. വലിയ മുസ്ലിം അപ്പീസ്മെന്റ് നടക്കുന്നു. CPM ലൈൻ പിടിച്ച് UDF-നെ ഒരു ന്യൂനപക്ഷ വർഗീയ മുന്നണിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ പറയുന്നത് ഇതൊരു കൈവിട്ട കളിയാണ്, അപകടകരമായ ഒരു കളിയാണ്. ഈ തെരഞ്ഞെടുപ്പ് പരാജയം അതിൻ്റെ ശരിയായ കാരണങ്ങൾ വിലയിരുത്തി തിരുത്തുന്നതിന് പകരം ഇത്തരത്തിലുള്ള ആ പഴയ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഇസ്ലാമോഫോബിക് പൊളിറ്റിക്സിന്റെ കാർഡ് പഴയത് കീശയിൽ വെച്ചത് ഇനി അങ്ങോട്ട് എടുത്ത് ചെലവാക്കാം എന്നാണ് CPM വിചാരിക്കുന്നതെങ്കിൽ കുറെ കൂടി വലിയ തിരിച്ചടികളാണ് CPM-നെ കാത്തിരിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്നലെ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ പരസ്യമായി വിമർശിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം ചെയ്തുകൊണ്ടാണത്. അതായത് മുസ്ലിം ലീഗിന്റെ മുഖത്തിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ആ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ മുഖമാണ്. അത് പറഞ്ഞു കഴിഞ്ഞു, ലീഗിനെ ശകാരിച്ചു കഴിഞ്ഞ് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ എം വി ഗോവിന്ദൻ്റെ ഒരു അഭിമുഖം. അദ്ദേഹം പറയുന്നത് UDF ഒരു ന്യൂനപക്ഷ വർഗീയ മുന്നണിയായി മാറിയെന്നാണ്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണത്. അതായത് മുസ്ലിം ലീഗ് ആ മുന്നണിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു ന്യൂനപക്ഷ വർഗീയ മുന്നണി എന്ന് വിശേഷിപ്പിക്കാൻ മാത്രം എന്താണ് അതിൻ്റെ രാഷ്ട്രീയ കാരണം? ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം കണ്ടതാണ്. മുമ്പില്ലാത്ത വിധത്തിൽ UDF-ൽ ഘടകകക്ഷികൾ പോലുമില്ലാത്ത SDP-യും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അഹോരാത്രം പ്രവർത്തിച്ചു. അവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ടെന്ന് പരസ്യ പ്രസ്താവന ഇറക്കിയിട്ടും എല്ലാ നിയോജക മണ്ഡലത്തിലും അവരായിരുന്നു തെരഞ്ഞെടുപ്പിൽ സജീവമായി ഉണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, UDF-ന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ നിർണ്ണയിക്കുന്ന തരത്തിൽ നല്ല രീതിയിൽ മതാവേശം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനും ഈ സംഘടനകളുടെ സഹായത്തോടുകൂടി UDF ഓരോ നിയോജക മണ്ഡലത്തിലും ആസൂത്രണം ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ലീഗ് ഒരു സമുദായ പാർട്ടി, അതൊരു വർഗീയ പാർട്ടി ഞങ്ങൾ. പക്ഷെ ലീഗ് ദുർബലമാകുന്ന, ലീഗിനെ ജനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടും എന്ന് പറയുമ്പോൾ ആ സമുദായത്തിലെ തീവ്ര കക്ഷികളുമായി എന്നും ലീഗിന്റെ നേതാക്കന്മാർ കൂട്ടുകൂടാൻ പോയിട്ടുണ്ട്. ഇതൊരു പുതിയ അനുഭവമൊന്നുമില്ല. കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരമൊരു നിലപാട് എന്താണ്? മറ്റൊരു ഭാഗത്ത് എന്താണ്? വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ എന്താണ് CPM-നെയും ഇടതുപക്ഷത്തെ അധിക്ഷേപിക്കുന്നത്? ന്യൂനപക്ഷ പ്രീണനം നടത്തി എന്നുള്ളതാണ്. ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും എടുത്തിരുന്ന, ഇപ്പൊ പലസ്തീൻ പ്രശ്നത്തോടായാലും CAA പോലുള്ള അതേപോലുള്ള ഭരണഘടനാ ഭേദഗതികളോടായാലും അതേപോലെ തന്നെ ഭരണഘടനയിലെ ന്യൂനപക്ഷ പരിരക്ഷകൾ സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും ഇടതുപക്ഷം എക്കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചവരാണ്. ആ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടർന്ന് നടത്തില്ല. അത് ഇലക്ഷന് വോട്ട് കിട്ടുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് മറുഭാഗത്ത് നിന്ന് ഹിന്ദുത്വ വർഗീയതക്ക് അനുകൂലമായ രീതിയിൽ ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നമാണ്. ഞാൻ വരാം KT കുഞ്ഞിക്കണ്ണനിലേക്ക്, വളരെ പെട്ടെന്ന് ശരിയാക്കും. T മുഹമ്മദ് വേളം, ഇവിടെ ലീഗിൻ്റെ ഒരു കൂട്ടുകെട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായും അതുപോലെ വെൽഫെയർ പാർട്ടിയുമായും SDP-യുമായിട്ടുമാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് UDF-നെ ഒരു വർഗീയ മുന്നണിയായി CPM സംസ്ഥാന സെക്രട്ടറി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടുകെട്ട് ലീഗിൻ്റെ മുഖം മോശമാക്കി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നു. ഇവിടെ KT കുഞ്ഞിക്കണ്ണൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ UDF-ന് വേണ്ടി മുന്നണി പോരാളികളായി ഇറങ്ങിയത് അതിൽ ഘടകകക്ഷികളല്ലാത്ത നിങ്ങളെപ്പോലുള്ളവരാണ് എന്നാണ്. അതിൽ വസ്തുത എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രചാരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയും അത് സമാഹരിക്കാൻ ബൂത്ത് തല പ്രവർത്തനങ്ങൾ നടത്തുക മാത്രമാണ് ചെയ്തത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്ന രണ്ട് മുന്നണികൾ LDF-ഉം UDF-ഉം വിശാലാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിക്ക് വേണ്ടി സവിശേഷമായ ഒരു പൊതുപ്രചരണം നടത്തേണ്ടതില്ല. പ്രത്യേകിച്ച് 2019 ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ കൂടി അണിനിരക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടി നടത്തിയതുപോലുള്ളൊരു പ്രചാരണം നടത്തേണ്ടതില്ല എന്നതായിരുന്നു പാർട്ടിയുടെ തീരുമാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആർക്കെങ്കിലും വേണ്ടി പ്രചാരണം നടത്തിയാൽ അവർ ജമാഅത്തെ ഇസ്ലാമിയോ അതുമായി ബന്ധപ്പെട്ടവരോ ആർക്കെങ്കിലും വേണ്ടി രാഷ്ട്രീയ പ്രചാരണം നടത്തിയാൽ
അവർ വർഗീയവാദികളായിത്തീരും എന്നതാണ് CPIM-ൻ്റെ സിദ്ധാന്തമെങ്കിൽ 1996 ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ പോഷക സംഘടനകളും അതിൻ്റെ എല്ലാ സർവ്വസംവിധാനങ്ങളും LDF-ന് വേണ്ടി അതിശക്തമായി കേരളത്തിൽ പൊളിറ്റിക്കൽ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ കുറ്റിപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും തിരൂരിൽ ET മുഹമ്മദ് ബഷീറിനെതിരെയും അതേപോലെ MK മുനീറിനെതിരെയും ഒക്കെ അതിശക്തമായ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ്റെ കൂടി ഫലമായിട്ടാണെന്ന് കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പരാജയപ്പെടുന്നതും KT ജലീൽ വിജയിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് CPM-നെ വർഗീയമാക്കുന്നില്ല എങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ മറ്റൊരു ഘട്ടത്തിൽ അവരുടെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ, അവർ മുന്നോട്ട് വെച്ച വളരെ കൃത്യതയുള്ള രാഷ്ട്രീയമായ കാരണങ്ങളാൽ അവർ UDF-നെ പിന്തുണക്കുമ്പോൾ ആ UDF-ൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്, അതുകൊണ്ട് അവർ വർഗീയമായി തീരും എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ചൊരു കാര്യവും കഥയുമില്ല എന്നാണ് പറയാനുള്ളത്. ഇനി ഇത് CPIM നടത്തുന്ന, ഇപ്പം മുസ്ലിം ലീഗിന് കുഴപ്പമില്ല, മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്നതിലാണ് കുഴപ്പം എന്ന് കേട്ടാൽ തോന്നും മുസ്ലിം ലീഗ് ഒരു മിടുക്കൻ പാർട്ടിയാണ് എന്നതാണ് CPIM-ൻ്റെ അഭിപ്രായം എന്നതാണ്. അങ്ങനെയല്ല. CPIM പല കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങളുണ്ട്. അത് ചിലപ്പോൾ മൊത്തം മുസ്ലിം സമുദായത്തിന് എതിരെയായിരിക്കും. ഉദാഹരണത്തിന് 87 CPIM നടത്തിയ ക്യാമ്പയിൻ ശരീഅത്തിനെതിരെയായിരുന്നു. ശരീഅത്ത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കാര്യമോ മുസ്ലിം ലീഗുകാരുടെ കാര്യമോ ഒന്നുമല്ലല്ലോ. ആ പ്രചാരണത്തിൽ ആശയപരമായി CPIM പരാജയപ്പെട്ടു പോയി എന്നത് ഒരു കാര്യമാണെങ്കിലും അഖിലേന്ത്യാ ലീഗ് അന്ന് അതുവരെ LDF-ൻ്റെ ഘടകകക്ഷിയായിരുന്ന അഖിലേന്ത്യാ ലീഗിനെ പുകച്ച് പുറത്ത് ചാടിച്ച് അവർക്ക് അവിടെ നിന്ന് കെട്ടും വട്ടവാരവും എടുത്ത് രക്ഷപ്പെടേണ്ടി വന്നു. അങ്ങനെ അതിലൂടെ അവർക്കന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടായി. 87 CPM അധികാരത്തിൽ വന്നു. അന്ന് ആ ആക്രമണം നടത്തുന്നത് ശരീഅത്തിനെതിരായിട്ടാണ്. ഇനി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾ, ഇസ്ലാമോഫോബിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്, ഒരു രീതിയാണ്. മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾ കുഴപ്പമുള്ള പ്രദേശങ്ങളാണ്. ഇത് CPM പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ CPIM-ൻ്റെ സർവീസ് സംഘടന മുനിസിപ്പൽ സ്റ്റാഫ് സംഘടനാ യോഗത്തിൽ നടത്തിയ വളരെ കുപ്രസിദ്ധമായ പ്രസ്താവനയുണ്ട്. മലപ്പുറത്ത് അന്ന് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തവരെല്ലാം എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്കാരല്ല, മുസ്ലിം ലീഗുകാർ പോലും ആയിക്കൊള്ളണമെന്നില്ലല്ലോ. മുസ്ലിം ലീഗിന് വോട്ട് ചെയ്ത മനുഷ്യരാണവർ. ഒരു ഘട്ടത്തിൽ അവർ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തു. പക്ഷേ ആ പ്രദേശത്തിൻ്റെ തന്നെ ഉള്ളടക്കമെന്ന് പറയുന്നത് വർഗീയമാണ് എന്നതാണ് അന്ന് മന്ത്രിയായിരുന്ന CPIM-ൻ്റെ വളരെ ഉത്തരവാദപ്പെട്ട ഒരാൾ പ്രസ്താവന നടത്തുന്നത്. ഇവിടെ കോഴിക്കോട് ആവിക്കൽ തോട് എന്ന പ്രദേശത്ത് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായിട്ട് ആ നാട്ടിലെ മനുഷ്യർ, അവർ മുസ്ലിങ്ങളെന്ന് പറയുന്നതിൽ പോലും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ആ മാലിന്യ പ്ലാന്റിൻ്റെ എഫക്റ്റഡ് ഏരിയയിലുള്ള മനുഷ്യർ എവിടെയും, കേരളത്തിൽ എവിടെയും ഉയർന്നു വരാറുള്ളത് പോലെ ഒരു സമരം ഉയർന്നു വരുന്നു. ആ സമരത്തെക്കുറിച്ച് അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദമാഷ് പറഞ്ഞത് അത് തീവ്രവാദികളുടെ സമരമാണ് എന്നാണ്. അത് തീവ്രവാദികളുടേതാവുന്നത് ആ മനുഷ്യർ മുസ്ലിങ്ങളാണ് എന്ന ഒറ്റ കാരണത്താലാണ്. അതേ സമയത്താണ് സമാന്തരമായിട്ട് വളരെ അക്രമാസക്തമായ രീതിയിൽ കൂടി വിഴിഞ്ഞം സമരം നടക്കുന്നത്. ആ സമരം തീവ്രവാദ സമരമല്ല, അത് സാധാരണ സമരമാണ്. പക്ഷെ ആവിക്കൽ തോടിലത് അത് തീവ്രവാദ സമരമാണ് എന്നതാണ് CPIM വിശേഷിപ്പിച്ചത്. ഇനി മുസ്ലിം ലീഗിനെ കുറിച്ച് CPIM-ൻ്റെ നിലപാടെന്താണ്? ഗെയിൽ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ നടത്തുന്ന പ്രസ്താവനയുണ്ട്. മുസ്ലിം ലീഗ്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനെ, അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ശരിയാണോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കണമെന്ന്. 2019 ദേശാഭിമാനിയിൽ പ്രകാശ് കാരാട്ടിൻ്റെ കോളത്തിൽ രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടുകൂടി മത്സരിക്കുന്നതോടുകൂടി മതനിരപേക്ഷതയെ അടിയറ വെച്ചിരിക്കുകയാണ് എന്ന് പ്രകാശ് കാരാട്ട് എഴുതുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം മുസ്ലിം ലീഗിന് കുഴപ്പമില്ല, ജമാഅത്തെ ഇസ്ലാമി അതിനെ പിന്തുണക്കുന്നതാണ് കുഴപ്പമെന്ന് പറയുന്നത് ഇവരുടെ കയ്യിലുള്ള പലതരത്തിലുള്ള ഇസ്ലാമോഫോബിക്കായിട്ടുള്ള സ്ഫോടക വസ്തുക്കളുണ്ട്. അതിലെ ഒരു ലഘുസ്ഫോടനം ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നു എന്ന് മാത്രമാണ്. ഇനി മുസ്ലിം ലീഗ് തന്നെ വർഗീയമാണ്, യോഗി ആദിത്യനാഥ്, പാണക്കാട്ടത്തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെയാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ വളരെ കുപ്രസിദ്ധമായ പ്രസ്താവനയുണ്ട്. നാളെ സാദിഖ് അലി തങ്ങൾ യോഗി ആദിത്യനാഥ് തന്നെയാണ് എന്ന് പറയണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് പ്രയാസമൊന്നും CPIM-നില്ല. മലപ്പുറത്തെ സ്ത്രീകളുടെ തട്ടമഴിച്ചത് ഞങ്ങളാണ് എന്ന്
മലപ്പുറത്തെ കുട്ടികൾ പരീക്ഷയിൽ ജയിക്കുന്നത് കോപ്പിയടിച്ചിട്ടാണ് എന്നത് അവരുടെ ആദർശധീരൻ എന്ന് പറയപ്പെടുന്ന VS അച്യുതാനന്ദന്റെ വളരെ കുപ്രസിദ്ധമായ പ്രസ്താവനയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിക്കാരോ മുസ്ലിം ലീഗുകാരോ മാത്രമായ മനുഷ്യരുടെ കാര്യമല്ലല്ലോ. മലപ്പുറത്ത് പരീക്ഷയിൽ ജയിക്കുന്നത്, പരീക്ഷയ്ക്കിരിക്കുന്നതും ജയിക്കുന്നതും അവിടുത്തെ CPIM-ന്റെ പ്രവർത്തകരും അവരുടെ അനുഭാവികളും അവർക്ക് വോട്ട് ചെയ്യുന്നവരുമായ മനുഷ്യരുൾപ്പെടെയുള്ളവരാണ്. ഒരു പ്രദേശത്തെക്കുറിച്ചാണ് അവർ കോപ്പിയടിച്ചാണ്. മലപ്പുറത്ത് പല കാരണങ്ങളാൽ ഇപ്പോൾ ഉണ്ടാകുന്ന വിദ്യാഭ്യാസ മുന്നേറ്റത്തെക്കുറിച്ച് CPIM-ന്റെ സമുന്നതനായ നേതാവ് നടത്തിയ പ്രസ്താവനയാണ് അവർ കോപ്പിയടിച്ച് ജയിക്കുന്നതാണ് എന്ന്. ഇതിനാണ് സുഹൃത്തുക്കളെ ഇസ്ലാമോഫോബിയ എന്ന് പറയുക. ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന CPIM-ന്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? സമസ്തയെക്കുറിച്ച് 2020 ഡിസംബറിൽ P ജയരാജൻ മനസ്സിൽ വർഗീയതയുള്ളവരാണ് സമസ്തക്കാരെന്ന് സുപ്രഭാതത്തിൽ CPIM-നെ വിമർശിച്ച്, അത് മുസ്ലിം ലീഗിനെതിരെ നടത്തിയ വിമർശനത്തിന് മറുപടിയായിട്ട് CPIM-നെ വിമർശിച്ചിട്ട് ലേഖനം എഴുതിയപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവ് ഡോക്ടർ ഹുസൈൻ മടവൂരിനെ, അവരുടെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം മുഖ്യമന്ത്രി വിളിച്ചൊരു യോഗത്തിൽ വെച്ചിട്ട് ഈരാറ്റുപേട്ടയിലെ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചു വിട്ടു. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമൂഹത്തെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന സ്വഭാവത്തിൽ പ്രസ്താവന നടത്തിയതിൽ പ്രതിഷേധിച്ചിട്ട് നവോത്ഥാന സമിതിയിൽ നിന്ന് രാജിവെച്ചു. അതിനെന്തെങ്കിലും പരിഹാരം CPIM-ഓ ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്താണ് ഹുസൈൻ മടവൂരിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? മോങ്ങാനിരുന്ന നായയുടെ മേൽ തേങ്ങ വീണതാണ് ആ രാജി എന്നാണ്. കേരളത്തിലെ സമുന്നതനായ ഒരു സമുദായ സംഘടനാ നേതാവിനെ കുറിച്ച് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിലുള്ള ഒരു സംഘടനയിലെ ഈ ഹുസൈൻ മടവൂരിന്റെ തന്നെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാള് ഗവൺമെന്റിന്റെ കാർമ്മികത്വത്തിലുള്ള ഒരു സംഘടനാ സംവിധാനത്തിന്റെ അധ്യക്ഷൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ആ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ്. ഹുസൈൻ മടവൂർ അതിൽ നിന്ന് അപമാനിക്കപ്പെട്ട് വ്രണിത ഹൃദയനായിട്ട് രാജിവെച്ച് പോവുകയും വീണ്ടും വെള്ളാപ്പള്ളി നടേശനാൽ അപമാനിക്കപ്പെടുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അങ്ങേയറ്റം ഇസ്ലാമോഫോബിക്കായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഇസ്ലാമോഫോബിയ ഫാക്ടറിയാണ് CPIM എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള പല ചെറുതും വലുതുമായ ആയുധങ്ങളുണ്ട്. തരാതരം അവരത് എടുത്തുപയോഗിക്കുന്നു. CPIM വർഗീയ പാർട്ടിയാണ് എന്ന് അന്ന് കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറി ചാർജ് ഉണ്ടായിരുന്ന പ്രസ്താവനയുണ്ട്. അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം, CPM വിമർശനമുണ്ട്, അവർക്ക് CPM-നെ കുറിച്ച് വിമർശനമുണ്ട്. അവർ പറയുന്നത് മുസ്ലിം പ്രീണനമാണ് നടത്തുന്നത് എന്ന വിമർശനം CPM ഏൽക്കാൻ കാരണം എന്താണ്? ഒരു നിമിഷം, അവർ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു. ഒരു പക്ഷേ UDF-നേക്കാൾ ഓക്കലായവർ നിലപാട് സ്വീകരിക്കുന്നു. ഫലസ്തീൻ വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ വോട്ട് നേടാനാണോ അല്ലയോ എന്നുള്ള മറ്റൊരു ചോദ്യം. ഈ രാഷ്ട്രീയം ഉറക്കെ പറയുന്നു എന്നുള്ളൊരു പ്രശ്നമല്ലേ? വെള്ളാപ്പള്ളി നടേശൻ 2 തോണിയിൽ കാലിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരേ സമയം സംഘപരിവാറിന്റെ സഹയാത്രികനാണ്. SNDP-യുടെ കാർമ്മികത്വത്തിൽ രൂപീകരിക്കപ്പെട്ട BDJS ആണ് കേരളത്തിലെ ഈഴവ സമൂഹത്തിൽ സംഘപരിവാറിന്റെ ട്രോജൻ കുതിരയായിട്ട് പ്രവർത്തിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ ഇലക്ഷന് ശേഷം കേരളത്തിലെ ഈഴവ സമൂഹത്തിലെ 35% വോട്ട് സംഘപരിവാറിന് ലഭിച്ചു. CPIM-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാനുള്ള പ്രധാനപ്പെട്ട സാമുദായികമായ കാരണം എന്താണ്? അവരുടെ സാമൂഹിക അടിത്തറയായിരുന്ന ഈഴവ സമൂഹം സംഘപരിവാറിലേക്ക് പോയി. അതെങ്ങനെയാണ് പോയത്? ഈ BDJS-നെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ CPIM നേതൃത്വം നൽകുന്ന നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ്. അതിന് CPIM-ന് പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. അപ്പൊ CPIM-ഉം SNDP-യും ഒരേ സമയം ഡബിൾ റോള് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. CPIM ഫലസ്തീൻ വിഷയത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നോ അതേപോലെ CAA വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. അത് സ്വീകരിക്കുമ്പോൾ തന്നെ അങ്ങേയറ്റത്തെ ഇസ്ലാമോഫോബിക്കായ ഉള്ളടക്കം കൂടിയുള്ള, അത് എപ്പോൾ വേണമെങ്കിലും ആർക്കെതിരെയും പുറത്തെടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്ന, അങ്ങനെ പലതവണ പ്രയോഗിച്ചിട്ടുള്ള കേരളത്തിലെ പല മുസ്ലിം സംഘടനകളും നേതാക്കളും അതിന്റെ ഇരയായിട്ടുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് CPIM. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നേരത്തെ തടസ്സം നേരത്തിൽ അങ്ങ് തുടരുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ വിശേഷിപ്പിക്കും. അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി എന്നൊരു വിശേഷണം കോടിയേരി ബാലകൃഷ്ണൻ നടത്തുന്നതും ഇപ്പോൾ ലീഗിനെ മുൻനിർത്തി ലീഗിനെ ഒരു വിപ്പിംഗ് ബോയ് ആക്കിക്കൊണ്ട് ആരെയാണ് തല്ലുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്.
അങ്ങേ കേൾക്കാമെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹത്തിന് ടെലി കണക്ട് ചെയ്ത് തരാമോ പ്ലീസ്? കെ ടി കുഞ്ഞിക്കണ്ണൻ ടെലിഫോണിൽ ഒന്ന് കണക്ട് ചെയ്ത് തരൂ പ്ലീസ്. ശ്രീ ഷിബു മീരാൻ, ഇവിടെ ലീഗിനെ നേർക്കുനേരെ വിമർശിക്കുകയല്ല CPM ചെയ്യുന്നത്. മുസ്ലിം ലീഗിനെ നേർക്കുനേരല്ല, മുസ്ലിം ലീഗിനോടൊപ്പം UDF-ന്റെ ഘടകകക്ഷി എന്ന പോലെ മറ്റ് സംഘടനകൾ, അതായത് ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDP ഇവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ലീഗിന്റെ മുഖം മോശമാകുന്നു എന്ന ഒരു സൗദ്ദേശത്തോടുള്ള വിമർശനമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അല്ല, അതിന്റെ പിറകിൽ ഒരു ദുരുദ്ദേശം ഉണ്ട്. അതുകൊണ്ടാണ് ആ നിലക്ക് തന്നെ അതിനെ പറയേണ്ടി വരുന്നത്. ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധി മുഹമ്മദ് വേള, അദ്ദേഹം വളരെ കൃത്യമായി ഇതിന്റെ ഒരു ചരിത്രം സൂചിപ്പിച്ചു. ജമാഅത്ത് ഇസ്ലാമിയെ തൊടുന്നവരാകെ വർഗീയവാദികളാണെങ്കിൽ CPM ആണ് പല സന്ദർഭങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി എന്ന നിലയ്ക്ക് തന്നെ പിന്തുണ സ്വീകരിച്ചു. ഇവിടെ പറഞ്ഞ 2006 അനുഭവം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആദ്യമായൊരു പൊളിറ്റിക്കൽ ആയ സ്വഭാവത്തിൽ രാഷ്ട്രീയ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അവിടെയാണ്. അതിനു മുൻപൊക്കെ വ്യക്തി എന്ന നിലക്ക് അവർക്ക് ബോധ്യമുള്ള ആളുകളെ പിന്തുണയ്ക്കുകയും അല്ലാത്തവരെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവർ അത്തരത്തിൽ പിന്തുണച്ചത് 2006 അനുഭവം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി. പ്രശ്നം ഈ ജമാഅത്തെ ഇസ്ലാമിയെ ചാരി നിർത്തി 96-ലും 2006-ലാണ് KT ജലീലൊക്കെ മത്സരിക്കുന്നത്. ആ സന്ദർഭത്തിൽ അതാണ് ഞാൻ ഓർക്കുന്നത്. 96-ൽ എന്റെ ശ്രദ്ധയിലില്ല, അതുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്. അതെ, 2006-ൽ എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പൊ ഈ ലീഗിനെ, ജമാഅത്തെ ഇസ്ലാമി, ഇതിന്റെ പ്രശ്നം ലീഗിന് അങ്ങനെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അസക്ഷൻ ഉള്ളത് കൊണ്ടല്ല ജിംസി ഇതിലെ വിഷയം. ഇപ്പം വഖഫ് സമരം നടന്നിട്ട് അധിക സമയം 2022-ലാണ്. അത് ആ സമരം കോഴിക്കോട് കടപ്പുറത്ത് നടന്നതിന്റെ പിറ്റേ ദിവസത്തെ പ്രസംഗത്തിലാണ് പിണറായി വിജയൻ ഒരു ലീഗ് ഒരു മതപാർട്ടിയാണോ അതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് പ്രഖ്യാപിക്കണം എന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചത്. അത് വഖഫ് സമരം നടത്തിയപ്പോൾ ഞങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിമർശനം അദ്ദേഹം ഉന്നയിച്ചത് ഇവർ മതപാർട്ടിയാകുന്നു എന്ന നിലക്കാണ്. ഒരുപാട് കാലത്തെ പഴയ ചരിത്രമല്ല ഞാൻ ഈ പറയുന്നത്, 3 വർഷം മുൻപാണ്. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ എന്താ നമ്മൾ കാണുന്നത്, ഇത്തരം വിഷയങ്ങളിൽ ഇത്തരത്തിൽ സെൻസിറ്റീവായ UCC പോലെയുള്ള പിന്നെ ഫലസ്തീൻ പോലെയുള്ള വിഷയത്തിൽ കോഴിക്കോട് ഇവർ ഇവന്റുകൾ സംഘടിപ്പിക്കുന്നു. ആ ഇവന്റിലേക്ക് ഇവർ ലീഗിനെ ക്ഷണിക്കുന്നു, എന്നാൽ ലീഗിന്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിനെ ക്ഷണിക്കുന്നില്ല. എന്നിട്ട് അജിംസ് തന്നെ ഒരു സൂചിപ്പിച്ചതുപോലെ വളരെ വോക്കലായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഞങ്ങൾക്കുണ്ട്, കോൺഗ്രസിന് അതില്ല എന്നിവര് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ ഈ കെണി അന്നേ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ കോൺഗ്രസിന് വോക്കലായ ഒരു നിലപാടില്ല. 2023 ഡിസംബർ മാസം ഗാസയിലെ കുട്ടികളെ കൊലപ്പെടുത്തുന്നതിനെതിരെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പോസ്റ്റ് ഉണ്ട്. അവരതിൽ പറയുന്ന ഒരു ഗ്ലോബൽ ഷെയിം, ആഗോളതലത്തിൽ ലജ്ജിക്കേണ്ട കൊടും ക്രൂരതയാണ് ഫലസ്തീനിലെ കുട്ടികളോട് ഇസ്രായേൽ ചെയ്യുന്നത് എന്നാണ് ഇവരുടെ ആ പോസ്റ്റ്. ആ ഡിസംബർ മാസത്തിലെ പോസ്റ്റ് സംഘപരിവാർ ഏത് രൂപത്തിലാണ് ഉത്തരേന്ത്യയിൽ ഉപയോഗിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കണം. പ്രിയങ്ക ഗാന്ധിയും അവരുടെ പാർട്ടിയും ഫലസ്തീനിലെ തീവ്രവാദികളോടൊപ്പമാണ് എന്ന് പ്രചരിപ്പിച്ചിട്ടും ഡിസംബർ മാസം 11-ാം തീയതി അവർ ആ നിലപാട് പിന്നെ അവരുടെ ട്വിറ്ററിൽ പറഞ്ഞു. വലിയ വിമർശനം, ഒരു വലിയ തരത്തിൽ ഇവർ മുസ്ലിം പ്രീണനം നടത്തുന്നവരാണ് എന്ന പ്രചരണം സംഘപരിവാർ നടത്തി. ഡിസംബർ മാസം 23-ാം തീയതി അവർ ആ നിലപാട് ആവർത്തിച്ചു. നഷ്ടമുണ്ടാകും എന്നറിഞ്ഞിട്ടും ദുരുപയോഗം ചെയ്യുമെന്നറിഞ്ഞിട്ടും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും ഒക്കെ ആ വിഷയത്തിൽ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ശരിയാണ്, അവർ കോഴിക്കോട് സെമിനാർ സംഘടിപ്പിച്ചിട്ടില്ല. ഇനി കോഴിക്കോട് സെമിനാർ സംഘടിപ്പിച്ച് ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞവർ സ്വീകരിച്ച സമീപനം എന്താണ് ജിംസ്? ഏപ്രിൽ 26-ാം തീയതി കേരളം വോട്ട് ചെയ്ത് പൂർത്തിയാകുന്ന അന്ന് വൈകിട്ട് 98 കോടി വോട്ടർമാരിൽ ആകെ വോട്ട് ചെയ്ത് 12 കോടി പേര് മാത്രമാണ്. ആകെ തെരഞ്ഞെടുപ്പ് നടന്ന 120 മണ്ഡലങ്ങളിലേക്ക് മാത്രമാണ്. പിന്നെയും 80 കോടി മനുഷ്യർ, 420 മണ്ഡലങ്ങൾ, ഈ രാജ്യം ഫാഷിസത്തിനെതിരായി നടത്തിയ
വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞവർ എവിടെയാ പോയത്? അവർ കുടുംബസമേതം വിനോദയാത്ര പോകുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അവരുടെ ഒരു റെലവൻസ് കേരളത്തിന് നല്ലവണ്ണം ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇവിടെ ശരിയാണ്, ശ്രീ KT ഇവിടെ പതിയായ സമയം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നിങ്ങൾ ആ സമയം കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ കിട്ടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വാചകം കൂടി അതിനുകൂടി ഒരൊറ്റ മിനിറ്റിൽ മറുപടി പറയാൻ അജിംസൻ ആയിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് എന്താണ് എന്നാണ്. എന്താ നമ്മൾ യഥാർത്ഥത്തിൽ അജിംസി തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത്? വടകരയിൽ നമ്മൾ എന്താ കണ്ടത്? അമ്പാടിമുക്ക് സഖാക്കൾ, കാസിമല്ല എന്നിപ്പോൾ നമുക്ക് ബോധ്യമുണ്ടല്ലോ, അമ്പാടിമുക്ക് സഖാക്കൾ കാഫിർ എന്നൊരു പ്രയോഗത്തിന്റെ പേരിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട CPM സംസ്ഥാന കമ്മിറ്റിയിലുള്ള CPM ഒരു മുൻ MLA ആരുടേത് എന്നറിയാതെ 1% ജാഗ്രത, കവലയിലിരുന്ന് പരദൂഷണം പറയുന്ന നാട്ടുകാർ കാണിക്കുന്ന ജാഗ്രത കാണിക്കാതെ ആ പോസ്റ്റ് ഷെയർ ചെയ്ത് അതിന്റെ പേരിൽ വടകരയിൽ മനുഷ്യരുടെ മനസ്സുകൾക്കിടയിൽ ഇവരുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള അകൽച്ച, ഇവരുണ്ടാക്കിയ ദുഷ്പ്രചരണം. ഇപ്പോ KK ലതിക പിന്നീട് കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്തു? അവർ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലോക്ക് ചെയ്തു പോയി. കഴിഞ്ഞ ദിവസം കൂടിയ കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് ലതിക അത് സതുദ്ദേശത്തോടു കൂടി ചെയ്താണ്, അതുകൊണ്ട് തിരുത്തേണ്ടതില്ല എന്നാണ്. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വടകരയിൽ ഒരു വീട്ടിൽ നിന്ന് ഇരുട്ടുമുറിയിൽ ബോംബ് പൊട്ടുമ്പോൾ ആ ബോംബ് നിർമ്മാണത്തിനെതിരെ കൊല്ലപ്പെട്ടത് മുസ്ലിം ലീഗിന്റെയോ നിങ്ങൾ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞ സംഘടനയുടെ പ്രവർത്തകരല്ല, CPM പ്രവർത്തകരാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം കണ്ടത് വടകരയിൽ ഇസ്ലാമോഫോബിക്കായ ഒരു കാർഡ് ഇറക്കാൻ BJP ശ്രമിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ കാണുന്നത് കേരളം മുഴുവൻ വീണ്ടും ഒരു പുതിയ പ്രസ്താവനയൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒരു വിളവെടുപ്പിന് വേണ്ടി CPM ഇറങ്ങി പുറപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ലീഗിന്റെ മുഖത്തിന്റെ മൊഞ്ച്, പഴയ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഉമ്മച്ചിക്കുട്ടികളുടെ മൊഞ്ചൊന്നും അങ്ങനെ പോയി പോവില്ല എന്നൊരു സിനിമയിൽ പറഞ്ഞതുപോലെ ലീഗിന്റെ മൊഞ്ച് അന്നും നല്ല പത്രമാറ്റാണ്. ഇപ്പൊ ആ മൊഞ്ച് കൂടിയിട്ടുള്ളൂ. ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ മത്സരിച്ച 2 മണ്ഡലങ്ങളിൽ ഞങ്ങളെ വിജയിപ്പിച്ചു. ഞങ്ങളെ മൊഞ്ച് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കണക്ടിവിറ്റി പ്രശ്നം കാരണം KT കുഞ്ഞുണ്ണുമായിട്ടുള്ള ആശയവിനിമയം സാധ്യമാവുന്നില്ല. അതിന് പകരം ഇടത് സഹയാത്രികനായ റജി ലൂക്കോസ് ഉണ്ട് ഇപ്പോൾ ടെലിഫോണിൽ. റജി ലൂക്കോസ്, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ ശകാരിക്കുന്നത്? കോൺഗ്രസിനേക്കാൾ ലീഗാണ് പ്രശ്നം എന്ന് CPM മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെ പിണറായി വിജയൻ പറഞ്ഞതിനകത്ത് എന്താ തെറ്റിരിക്കുന്നത്? കാരണം SDPI, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രമത വർഗീയവാദികൾ പശ്ചാത്തലമുള്ള സംഘടനയുമായിട്ട് കൈകോർത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ മതേതരത്തിന്റെ മുഖച്ഛായുള്ള ഒരു രാഷ്ട്രീയ കക്ഷി അതുമായിട്ട് കൂട്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അംഗീകരിക്കത്തില്ല. എനിക്ക് തോന്നുന്നത് അത് തെറ്റായ ഒരു സന്ദേശമാണ് കേരളത്തിൽ നൽകുന്നത്. തന്നെയുമല്ല, മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് 1-2 കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം വെച്ചാല് ചരിത്ര മുസ്ലിം ലീഗിന്റെ SDPI പോപ്പുലർ ഫ്രണ്ടുമായിട്ട് കൂട്ടുകൂടിയത് ആരാണ് റജി ലൂക്കോസ്? ആരാ കൂട്ടുകൂടിയത്? അല്ലെ, SDP പരസ്യമായിട്ട് തന്നെ UDF പിന്തുണ പ്രഖ്യാപിച്ചില്ലേ? അല്ല, ഒരാൾ പിന്തുണ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറയണോ? ഒരു വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ വോട്ട് വേണ്ട എന്ന് പറയണോ ഇലക്ഷൻ കാലത്ത്? അല്ല, ഞങ്ങളത് പരസ്യമായിട്ട് പറഞ്ഞല്ലോ. SDPI പോലെയുള്ള തീവ്ര മതസംഘടനകളുമായിട്ടുള്ള വോട്ട് ആവശ്യം വേണ്ട എന്നുള്ള പരസ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ SDPI ചില മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ. അപ്പോഴൊന്നും നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊന്നുമുള്ള സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. തീവ്ര മതസംഘടനകളുമായിട്ടുള്ള യാതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കൂട്ടുകെട്ടുള്ള ഒരു വിട്ടുവീഴ്ച നിങ്ങൾ കൂട്ടുകെട്ടുണ്ടാക്കിയെന്നല്ല പറഞ്ഞത്. ഈ വോട്ട് ചെയ്യുമ്പോൾ അവർ വോട്ട് പ്രഖ്യാപിച്ചു തന്നെ ചില LDF സ്ഥാനാർത്ഥികൾക്ക് അവർ തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളത് വേണ്ട എന്നും പറഞ്ഞിട്ടില്ല. അജിംസ് മറക്കാത്ത ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് പറയാം. അതായത് SDPI പരസ്യമായിട്ട് പെരുമ്പാവൂരുള്ള അവരുടെ തലവനം പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ UDF പ്രത്യേകിച്ച് കോൺഗ്രസിനും ലീഗിനും പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഉടനെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ MM ഹസൻ UDF അന്നത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് താൽക്കാലിക പദവി അലങ്കരിക്കുന്ന ആളെ UDF കൺവീനറും ഞങ്ങൾ സ്വാഗതം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് വളരെ വിമർശനങ്ങൾ ഉണ്ടാക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ള ജനാധിപത്യ വ്യവസ്ഥയിലുള്ള നാട്ടിൽ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു CPM നേതാവ് പ്രതികരിക്കുന്നതിനെന്ന് തെറ്റിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ കോൺഗ്രസിനെ കുറ്റപ്പെടുന്ന ലീഗിനെ കുറ്റപ്പെടുന്നതിനാണ് എന്റെ ചോദ്യം. അതാണ്. MM ഹസൻ കോൺഗ്രസ്സുകാരാണ്, UDF കൺവീനറാണ്. ഇപ്പോൾ SDPI UDF പിന്തുണ പ്രഖ്യാപിച്ചത്. അതിന് ലീഗിന് എന്താണ് ചെയ്യേണ്ടത്? ലീഗലല്ലോ പിന്തുണ പ്രഖ്യാപിച്ചത്, UDF അല്ലേ? അല്ലല്ല, MM ഹസൻ എന്ന് പറയുന്നത് MM ഹസൻ ലീഗുകാരനാണോ? ലീഗ് ഉൾപ്പെടുന്ന UDF കൺവീനർ MM ഹസനാണ് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചത്. ഓക്കെ, ഹസൻ കോൺഗ്രസ്സുകാരനാണ് റജി ലൂക്കോസ്. അപ്പൊ കോൺഗ്രസിനില്ലാത്ത പ്രശ്നം എന്താണ്? ലീഗിന്റെ മുഖത്തിന് എന്താ പ്രശ്നം വരുന്നത്? SDPI UDF പിന്തുണ പ്രഖ്യാപിച്ചാൽ ലീഗിന് എന്താണ് പ്രശ്നം? ലീഗിന് മാത്രമായിട്ട് സവിശേഷമായി എന്ത് പ്രശ്നം വരാനാണ്? അല്ല, ഞാനിത് പറഞ്ഞു പൂർത്തിയിരിക്കട്ടെ, എനിക്ക് തുടരാൻ അനുവദിക്കുമോ? പറയുന്നത് MM ഹസൻ എന്ന് പറയുന്ന വ്യക്തി താൽക്കാലികമായി KPCCന്റെ പ്രസിഡന്റ് ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ
കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അദ്ദേഹം 2-2.5 വർഷക്കാലമാണ് അദ്ദേഹം UDF കൺവീനറാ. ആ UDF എന്ന് പറയുന്ന സംവിധാനത്തിനെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്. അതിൽ അല്ല, പിണറായി വിജയനോ MV ഗോവിന്ദൻ മാസ്റ്ററോ പറയുന്നത് UDF കുറിച്ചല്ല, കോൺഗ്രസിനെ കുറിച്ച് പോലുമല്ല, മുസ്ലിം ലീഗിന്റെ മുഖം പ്രശ്നമായെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അല്ല, അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. മുസ്ലിം ലീഗ് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ പാടില്ല. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം SDPI പോലുള്ള തീവ്ര മതസംഘടനകളുമായിട്ട് ഞങ്ങൾക്ക് അവരുടെ ഔട്ട് ആവശ്യമില്ലാന്ന് പരസ്യമായിട്ട് പ്രതികരിക്കേണ്ടതാണ്. അതിനുള്ള ബാധ്യത അല്ലാതെ അങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ അധിക ബാധ്യതയായി വരുന്നത്. SDPI UDF പിന്തുണ പ്രഖ്യാപിച്ചു. അതിനെ തിരസ്കരിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ മാത്രം ബാധ്യതയോ അധിക ബാധ്യതയോ ആവുന്നത് എങ്ങനെയാണ്? അല്ല, കോൺഗ്രസ് എന്റെ ചോദ്യം, ഇന്ന് മുഖ്യമന്ത്രി MV ഗോവിന്ദൻ മാസ്റ്ററും സവിശേഷമായി ആക്രമിക്കുന്നത് ലീഗിനെയാണ്. അതെന്തുകൊണ്ടാണെന്ന ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ആ പിന്തുണ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അല്ല, UDF നേതൃത്വം ആ പിന്തുണ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കാം. ലീഗിന് ഇതിലെന്താണ് പ്രത്യേക റോള്, സവിശേഷമായ റോള്? അല്ലെങ്കിൽ നോക്കൂ, കെ സുധാകരൻ ഇതിന് വിമർശനം വന്നപ്പോഴത്തേക്ക് യവമർശത്തിന് ശേഷം കെ സുധാകരൻ ഇതിന് അനുകൂലമായിട്ട് പ്രതികരിച്ചത് അജിത് മറുപടി. സുധാകരൻ എന്താ പറഞ്ഞത്? സുധാകരൻ പറഞ്ഞു ഞങ്ങൾ ആരുടെ വോട്ട് വാങ്ങിക്കും എന്നാ സുധാകരൻ പറഞ്ഞത്. VD സതീശനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങളുടെ സഹിതോടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, VD സതീശൻ എന്താ പറയുന്നത്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് ഇന്നൊരു കക്ഷിയെന്നോ ഇന്നൊരു നിലപാടൊന്നുമില്ല, ആര് തന്നാലും വോട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് അത് പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ ലീഗ് അതിനെ എതിർത്തില്ല, അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നു. ലീഗിന്റെ ഒരു മതേതര മുഖമില്ലേ, ഒരു മതേതര രാഷ്ട്രീയ കക്ഷി എന്നുള്ള മുഖമുള്ള ലീഗ് ഇതുപോലെയുള്ള മതതീവ്രവാദ സംഘടനകളുടെ വോട്ട് വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ അത് ലീഗ് SDPIയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെ ഒന്നും വോട്ട് വേണമെന്നോ ഞങ്ങൾ വാങ്ങിക്കുന്നോ അവർ പറഞ്ഞു. അവരിതിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. പക്ഷെ പകരം MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് എന്താണ്? ഇപ്പോൾ വർഗീയമായി 2 ചേരിയാണ് കേരളത്തിൽ. ഒരു ഇസ്ലാം രാഷ്ട്രം വേണം എന്ന വാദം ഉന്നയിക്കുന്നവരുൾപ്പെടെയുള്ള SDPIയും മറ്റും ചേരുന്ന ജമാഅത്തെ ഇസ്ലാമി, ലീഗും കോൺഗ്രസും ചേർന്ന് മുന്നണിയായി UDF പതിച്ചു. UDF എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ വർഗീയ മുന്നണിയാണ്. മറ്റേ വർഗീയ മുന്നണി ആണെന്നാണ് അറിയാമല്ലോ, NDA ആണ് CPM ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലീഗൊക്കെ ഉള്ളതുകൊണ്ട് മുസ്ലിം ലീഗിൽ UDF ഔദ്യോഗികമായ ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. ലീഗ് ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് UDF വർഗീയ മുന്നണിയാവുന്നത്? അല്ല, ലീഗിനെ വർഗീയ ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ടോ അല്ലെങ്കിൽ മതേതരത്തിൽ വിശ്വസിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടോ ഈ നിമിഷം വരെ CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം LDF ചിത്രീകരിച്ചിട്ടില്ല. പക്ഷെ ഇത്ര വിധ്വംസക മാനസികാവസ്ഥയുള്ള വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുചേരുമ്പോൾ ലീഗ് അത് നിഷേധിക്കേണ്ടതായിരുന്നു. അതിനെ വിമർശിക്കാനുള്ള എല്ലാ ധാർമ്മിക അവകാശം കേരളത്തിന് മുഖ്യമന്ത്രിക്കുണ്ട്, ഗോവിന്ദൻ മാസ്റ്റർക്കുണ്ട്, മതേതരത്തിൽ വിശ്വസിക്കുന്ന. ഇപ്പൊ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് UDF ഒരു വർഗീയ മുന്നണിയാവുന്നത്? മുസ്ലിം ലീഗ് അത് അജിംസ് അതിനെ വളർത്തി കിട്ടിയെന്നും പറയേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതാണെങ്കിലും വെൽഫെയർ പാർട്ടിയുടെയൊക്കെ വോട്ട് പരസ്യമായിട്ട് സ്വീകരിക്കുമ്പോൾ ഞങ്ങളത് സ്വീകരിക്കാത്തതുകൊണ്ട് പരസ്യമായി നിലപാടെടുക്കുമ്പോൾ അതിനെ വിമർശിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിൽ ഞങ്ങൾക്കില്ല. ഇല്ലെന്ന് പറയാൻ അജിംസിന് എന്താ അവകാശിക്കുന്നത്? എന്റെ ചോദ്യം അതാണ്. അതായത് UDF പിന്തുണ പ്രഖ്യാപിച്ചത്, മുസ്ലിം ലീഗിനല്ല പിന്തുണ പ്രഖ്യാപിച്ചത് UDF UDF-നില്ലാത്ത, UDF കൺവീനർക്കില്ലാത്ത, KPCC അധ്യക്ഷനില്ലാത്ത അധിക ബാധ്യത ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിൽ വരുന്നത് എങ്ങനെയാണെന്നാണ് എന്റെ ചോദ്യം. UDF കൺവീനർ എന്ന് പറയുന്നത് UDF ഘടകകക്ഷികളുടെ എല്ലാവരുടെയും വാക്കുകൾക്ക് ആധികാരികമായ രീതിയിൽ പറയാനുള്ള അവകാശമുള്ള ആളാണ്. അല്ല എങ്കിൽ ഞങ്ങളുടെ നിലപാടല്ല എന്നുള്ളതും MMS തിരുത്താനുള്ള UDF കൺവീനറെയല്ലേ വിമർശിക്കേണ്ടത്, അല്ലെങ്കിൽ KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയല്ലേ വിമർശിക്കേണ്ടത്? മുസ്ലിം ലീഗിന് ഇതിലെന്താണ് റോള്? മുസ്ലിം ലീഗ് പോയി ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിനോട് UDF വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരോപണം അജിംസ് എന്ത് വിചിത്രമായ ചോദ്യം എന്നോട് ചോദിക്കുന്നത്. UDF എന്നുള്ള സംവിധാനം കോൺഗ്രസിന്റെ മാത്രമുള്ള വേറെ ഘടകകക്ഷികളില്ലേ? UDF സംവിധാനത്തിനകത്തുള്ള പ്രമുഖ ഘടകകക്ഷിയാണ്, രണ്ടാമത്തെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അപ്പൊ മുസ്ലിം ലീഗ് പറയുന്ന അഭിപ്രായം കൂടിയാണ് UDF കൺവീനർ പറയുന്നത്. കൂട്ടുത്തരവാദിത്തമല്ലേ ശ്രീ റജി ലൂക്കോസ്? ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി പറയുന്നത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി SDPIയും അവർ പലപ്പോഴും പല മുന്നണികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, LDF-ന് ചെയ്തിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യുമ്പോൾ, ഈ തവണ UDF-ന് വോട്ട് ചെയ്യുമ്പോൾ അത് ലീഗിന്റെ മാത്രം ബാധ്യതയാവുകയാണ്. അത് കോൺഗ്രസിന്റെ ബാധ്യതയല്ല, RSPയുടെ ബാധ്യതയല്ല, കേരള കോൺഗ്രസ് ജേക്കബിന്റെ ബാധ്യതയല്ല. അത് ലീഗിന്റെ മാത്രം ബാധ്യതയാവുന്ന എങ്ങനെയാണ്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അജിംസിന്റെ ഓർമ്മയിലേക്ക് ഞാൻ കയറി 2021 നമ്മൾ ഒന്നിച്ചിരുന്ന ഒരു ചർച്ചയുടെ കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മാധ്യമപ്രവർത്തകർ. SDPI പോലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ ഉണ്ടാവും. ഞങ്ങൾ ഒരു വർഗീയ കക്ഷികളുമായിട്ടൊരു പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല, അവരുടെ വോട്ട് പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് 2021 CPM. അതേ നിലപാടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ അവലംബിച്ചിരിക്കുന്നത്. അത്തരം കക്ഷികളുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ലാതെ പരസ്യമായിട്ട് പറഞ്ഞൊരു പാർട്ടി CPM. അപ്പോൾ സ്വാഭാവികമായിട്ടും അജിംസിനെ പോലുള്ള ഒരു മാധ്യമപ്രവർത്തനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഇതുപോലെ തീവ്ര മത രാഷ്ട്രീയത്തിൽ
വിശ്വസിക്കുന്ന ഒരു പരിധി വരെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ പിന്നെ ഒരു അഗണനയ്ക്ക് പോലും വെല്ലുവിളിക്കത്തക്ക രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള അത്തരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ അത്തരം ഒരു സംഘടനയുടെ വോട്ട് മേടിക്കുമ്പോൾ മതേതര മുഖമുള്ള ഒരു മുസ്ലിം ലീഗ് അതിനെ തള്ളി പറയേണ്ടതില്ല. ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയണം. അപ്പൊ അവരുടെ വോട്ട് കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. ഈ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത്, പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് SDP എന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ രാഷ്ട്രീയ കക്ഷിയാണ്, രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന. അതിലിപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ പ്രവർത്തിക്കുന്നുണ്ടാവും, മുൻപ് നിരോധിച്ച സംഘടനയുടെ. അതൊക്കെ ശരി. അവർ വോട്ട് ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ എന്നാ വേണ്ട എന്ന് പറയണോ? SDP എന്ന് പറയുന്ന സംഘടന രജിസ്റ്റേർഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. രജിസ്റ്റേർഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ വർഗീയപരമായ മുഖമുണ്ടെന്ന് ഇന്ത്യയിൽ റജിലു കോസിന്റെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം. തമിഴ്നാട്ടിൽ AIDMKയുടെ ഒരു മുന്നണി ഉണ്ടായിരുന്നു. ആ മുന്നണിയിലെ ഒരു ഘടകകക്ഷി ഇന്ന് ഇവിടെ LDF-ന്റെ ഘടകകക്ഷിയായ INL ആണ്. ആ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്, അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു പാർട്ടിയാണ് SDPI. അല്ല, INL ആരാണ് ഒരു വർഗീയ മാനസികാവസ്ഥയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കാണുന്ന അജിംസെ? അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം INL-നോട് ചോദിക്കുന്നവരും റജി ലൂക്കോസ്. തമിഴ്നാട്ടിൽ AIDMK മുന്നണിയിൽ INL-ഉം SDPI ഒരുമിച്ചാണ് മത്സരിച്ചത്. അപ്പൊ INL ഇല്ലാത്തൊരു ബാധ്യത എങ്ങനെയാണ് ലീഗിന് വരുന്നത്? അല്ല, ഞാൻ പറയുന്നത് വളരെ നിങ്ങൾ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാര്, ഈ SDP-ക്കാർ, നിങ്ങൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നവർ INL-ന്റെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും, INL-കാർ SDPI സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും. അപ്പൊ അതൊക്കെ അവിടെ ആവാം, ഇവിടെ ആവാൻ പാടില്ലെന്നോ? എന്താ നിങ്ങൾ പറയുന്നത്? ഞങ്ങളവിടെ SDP ആയിട്ട് എന്തെങ്കിലും കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയെന്നല്ല, നിങ്ങളുടെ ഘടകകക്ഷിയായ INL അവിടെ ഒരു മുന്നണിയിലായിരുന്നു, SDP-യുടെ കൂടെ മുന്നണിയിലായിരുന്നു, AIDMK മുന്നണി. അജിംസ് അങ്ങനെ വാദിച്ചുകൊണ്ട് പോരുത്. കേരളം എന്ന് പറയുന്ന ഒരു മതേതര മുഖമുള്ള ഒരു മതേതരത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിൽ മാത്രം മതി, തമിഴ്നാട്ടിൽ വേണ്ട. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണം വരുമ്പോൾ മതവാദികൾക്കെതിരായിട്ടുള്ള പ്രതികരണം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിനെ നിഷേധിക്കാനുള്ള ബാധ്യത മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നുള്ളവർ വളരെ വ്യക്തമല്ലേ. പരസ്യമായിട്ടില്ല മലപ്പുറത്ത് SDP അവർക്ക് വേണ്ടി വർക്ക് ചെയ്തത്. ഞാൻ തെളിയിക്കണം, ഞാൻ അതിന്റെ വിഷ്വൽസ് അങ്ങോട്ട് അയച്ചുതരാം. പൊന്നാനിയിലും മലപ്പുറത്ത് SDP എന്ന് പറയുന്ന പ്രസ്ഥാനം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടു. ഷിബു മീരാൻ, ഇവിടെ റജി ലൂക്കോസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, SDP-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് LDF പല ഘട്ടങ്ങളിലും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ വോട്ട് വേണ്ട. പക്ഷെ ഇവരുടെ വോട്ട് നിങ്ങൾ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്തം എന്തുകൊണ്ട് UDF കാണിച്ചില്ല, മുസ്ലിം ലീഗ് സവിശേഷമായി കാണിച്ചില്ല എന്നാണ് ചോദ്യം. ഷിബു മീരാൻ, SDP-യുടെ പിന്തുണ ഈ പത്തനംതിട്ട നഗരസഭ, അജിംസ് ഞാൻ മറുപടി പറയുകയാണ്. ഈ പത്തനംതിട്ട നഗരസഭ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. അവിടെ ഇപ്പോൾ നേരത്തെ ഈ സ്ഥിരം സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് CPIക്ക് അവിടെ ഒരു മെമ്പറുള്ളത്, അവർ വിട്ടുനിന്നു. ഈ SDP-യുടെ വോട്ട് കൂടി പിന്നെ CPM-ന് ലഭിച്ചു. CPM തിരിച്ചു വോട്ട് ചെയ്തു. അവിടെ യാമിന ഇബ്രാഹിം എന്ന പേരിലോ മറ്റോ ഉള്ള SDP-ഐ പിന്തുണയോടെ ജയിച്ച ഒരു ഒരു കൗൺസിലറുടെ കൂടി പിന്തുണത്തോടെയാണ് CPM-യുടെ ഭരിക്കുക. മലപ്പുറത്ത് വേങ്ങരയിൽ 2 or 3 പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ഘട്ടത്തിൽ ഈ അഭിമന്യൊക്കെ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ പോലും SDP-ഐ പിന്തുണയോടെ പഞ്ചായത്ത്. അപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ നഗരസഭാ ചെയർമാന്റെയോ കസേരയാണ് SDP-ഐ പിന്തുണയോടെ കിട്ടുന്നതെങ്കിൽ അതുകൂടി വാങ്ങി കയ്യിൽ വെക്കുന്നവരാണ് ഇവരപ്പോൾ. ഈ SDP-ഐക്കെതിരെ വലിയ വർത്തമാനം പറയുന്നതിൽ അർത്ഥമില്ല. ഇതിപ്പോ ഈ ലീഗിന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ SDP-ഐ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നു, വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഏതെങ്കിലും നിലക്കൊരു ചർച്ച നടത്തിയ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ ഒരു മുന്നണിയുടെ അടിസ്ഥാനത്തിലുള്ള പിന്തുണയല്ല, അവരുടെ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഒരു പിന്തുണയാണത്. ഞാൻ ഇവിടെ ഇപ്പോൾ മുഹമ്മദ് വേളം നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അത്തരം ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി പോലുമല്ല പിന്തുണച്ചപ്പോൾ ആ പിന്തുണ സ്വീകരിച്ചവർ അന്നെന്താ ഇവർ വേണ്ടെന്ന് പറഞ്ഞില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ ഇല്ല. ഇപ്പൊ ഈ മാറിയ സാഹചര്യത്തിൽ നമ്മൾ വെറുതെ SDP-ഐ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു പോകണ്ട. ഇതിനകത്ത് അപകടകരമായ ഒരു രാഷ്ട്രീയം പയറ്റുന്നുണ്ട്. നമ്മൾ കാണേണ്ടത് അതിനെയാണ്. ഇപ്പൊ ഈ റജി ലൂക്കോസ് ആകട്ടെ, CPM നേതൃത്വം ഇപ്പൊ ന്യൂനപക്ഷ മുന്നണിയാണ്, ന്യൂനപക്ഷ വർഗീയ മുന്നണിയാണ് UDF എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2021 സ്റ്റേറ്റ്മെന്റ്, ഇവർ അവിടേക്ക് തിരിച്ചു പോവാണ്. ഇവർ ഇസ്ലാമോഫോബിക് പൊളിറ്റിക്സിന്റെ ഒരു ചാൻസ് പയറ്റാൻ ശ്രമിക്കുകയാണ്. UDF എന്ന് പറഞ്ഞാൽ നേരത്തെ വെള്ളാപ്പള്ളിയുടെ താളത്തിനൊപ്പിച്ച്, വെള്ളാപ്പള്ളി മുട്ടിക്കൊടുക്കുന്നതിന്റെ താളത്തിനൊപ്പിച്ച് ഇവർ പാട്ട് പാടാൻ തുടങ്ങുന്നു എന്നതിന്റെ ആദ്യത്തെ സൂചനയാണിത്. ഇത് മുസ്ലിങ്ങളുടെ മുന്നണിയാണ്, ഇവർ വന്നാൽ മുസ്ലിങ്ങൾക്കാണ് വലിയ രൂപത്തിൽ അവകാശങ്ങൾ ലഭിക്കുക എന്ന ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇവർ ആ ഒരു പ്രചരണത്തിൽ ആദ്യത്തെ വെടിയാണ് ഇപ്പോൾ ഗോവിന്ദ മാഷും വെള്ളാപ്പള്ളി പിന്നെ അതേപോലെ തന്നെ പിണറായി വിജയനും ചേർന്ന് പൊട്ടിക്കുന്നത്. അതല്ലാതെ ഇവരുടെ പ്രശ്നം SDP-യോ ജമാഅത്തെ ഇസ്ലാമിയോ ഒന്നുമല്ല. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് അവസാനവും പറയാൻ ആഗ്രഹിക്കുന്നത്. CPM ഇവിടെ അവരുടെ പരാജയ കാരണങ്ങളെ ശരിയായി അനലൈസ് ചെയ്യാതെ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന്റെ ഉത്തരം CPM തേടുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ വളരെ അൺപോപ്പുലറായ ഒരു സർക്കാരാണ്. അതാണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി. തോമസ്
തോമസ് ഐസക് അടക്കം അത് പറഞ്ഞല്ലോ, ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റികൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ തനിക്കെതിരെ ഒരു പതിറ്റാണ്ട് പിന്നിട്ട് ഒരു 10 വർഷക്കാലത്തെ CPM-ന്റെ സംഘടനാ ചരിത്രത്തിനിടയിൽ പിണറായി വിജയനെതിരെ CPM എന്ന പാർട്ടി സംഘടനയ്ക്ക് അകത്തു നിന്ന് വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി പുറത്തു നിന്ന് ഒരു ശത്രുവിനെ പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഞാനല്ല പ്രശ്നം, അവരാണ് എന്നാണ്. ഇതിപ്പോ മുസ്ലിം ലീഗാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ആശങ്കയൊന്നുമില്ല. അവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായി മറുപടി പറഞ്ഞ് ഇവിടെ നിലനിൽക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ നേരത്തെ തെളിയിച്ചവരാണ്. ഇനിയും ഞങ്ങൾ ആ രാഷ്ട്രീയം ശക്തമായി എന്തായാലും ഈ ലീഗ് ശകാരം ഇനിയും CPM എത്രമാത്രം തുടരും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇവിടെ വിശദമാക്കപ്പെട്ട് കഴിഞ്ഞു. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ T മുഹമ്മദ് വേളം, ഷിബു മീരാൻ ഇത്രയും സംസാരിച്ചിട്ടുണ്ട്.